നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അവിലിന്റെ ഉപ്പുമാവാണ്. അപ്പോ നമുക്ക് നമ്മുടെ നാട്ടിലൊന്നും അധികം ഉണ്ടാക്കാറില്ല, നോർത്ത് ഇന്ത്യൻസിലൊക്കെ ഉണ്ടാക്കാറ്. അപ്പൊ അതിന് പോഹാന്ന് പറയും. നമുക്കത് എങ്ങനെ ഉണ്ടാക്കാന്ന് പെട്ടെന്ന് തന്നെ നോക്കാം. നമ്മൾ ആദ്യം അവിലെടുത്തിട്ട് അതൊന്ന് കഴുകുക, ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് അതൊരു വാര വെക്കുക. 1-2 പ്രാവശ്യം കഴുകുക. പിന്നെ കട്ടിയുള്ള അവില് വേണം കേട്ടാ, അപ്പോഴേ ശരിയാവുള്ളൂ, അല്ലെങ്കിൽ കുഴഞ്ഞു പോകും. എന്നിട്ട് നമ്മളതൊന്ന് കഴുകിയതിന് ശേഷം വാര വെച്ചു. ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു. അപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമുള്ള അത്ര കപ്പലണ്ടി, എത്ര വേണമെങ്കിലും കപ്പലണ്ടി എടുക്കാം, നമ്മൾ ഇഷ്ടമുള്ള അത്ര കേട്ടാ. ഇതിലെല്ലാ സാധനങ്ങളും നമ്മൾ എടുക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ്. ഒന്നിനൊന്നിനും കണക്കില്ല. നമുക്ക് എത്ര വേണമെങ്കിലും കൂട്ടാം, കുറയ്ക്കാം. ഒരു സാധനം ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടാ. അപ്പൊ നമ്മള് കപ്പലണ്ടി ഒന്നാദ്യം വറുത്തെടുക്കാം. ഓക്കെ, പച്ച കപ്പലണ്ടി വേഗം തന്നെ വറുത്തെടുക്കണം, കരിഞ്ഞു പോകാൻ പാടില്ല കേട്ടാ. വറുത്തിട്ട് മാറ്റി വെക്കുക, വറുത്ത് കോരി മാറ്റി വെക്കുക. ആ വെളിച്ചെണ്ണയിലേക്ക്, വറുത്ത് വെച്ച വെളിച്ചെണ്ണയിലേക്ക് തന്നെ ആദ്യം നമ്മള് ഒരു 1.5 സ്പൂൺ, അതൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് കടുകിട്ടു. കടുക് ഇങ്ങനെ നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം, കടുക് നന്നായി പൊട്ടി വന്നതിന് ശേഷം ഒരു 1/2 സ്പൂൺ കുറച്ച് ജീരകം ഇട്ടു. ആ ജീരകം അതാണ് ആ നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ കേട്ടാ. ആ ജീരകം ഇട്ട് തീ കുറച്ചിട്ട് ചെയ്താൽ മതി കേട്ടാ. ജീരകം ഇട്ടതിന് ശേഷം നമ്മള് മുഴുവൻമുളക്, ഇറച്ചി വെച്ച മുഴുവൻമുളക് ഇട്ടു. പിന്നെ ഉഴുന്നും പരിപ്പും ഇട്ടു. എന്തൊക്കെ ഇട്ട് കടുക് പൊട്ടിച്ചു. പിന്നെ ജീരകം ഇട്ടു. ജീരകം എന്തായാലും ഇടണം കേട്ടോ, അപ്പൊ ആ ടേസ്റ്റ് കിട്ടും. പിന്നെ ഉഴുന്നും പരിപ്പിട്ടു, മുളകുമുളക് ഇട്ടു. അതൊന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുന്നുണ്ട്. അതിനുശേഷം നമ്മള് സബോള, ക്യാരറ്റ്, ബീൻസ്, പച്ചമുളക് അതൊക്കെ കൂടി അരിഞ്ഞിട്ടിട്ടു. ഇതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള അത്രയാണ് കേട്ടാ. ഒന്നിനും അളവില്ല, കുറവാണെങ്കിൽ കുറവ്, കൂടുതലാണെങ്കിൽ കൂടുതൽ. ഈ പച്ചക്കറികളൊക്കെ നന്നായിട്ട് ചെല്ലല്ലോ, അപ്പൊ നമുക്ക് കുട്ടികളെ പറ്റിക്കാം ഇതൊക്കെ കൊടുത്തിട്ട്. അപ്പൊ ഇതൊന്ന് മൂത്ത് വരട്ടെ കേട്ടാ. ആവശ്യമുള്ളത്ര ഉപ്പ്, അതായത് അവിലിക്കും കൂടെ വേണം, പിന്നെ ഈ പച്ചക്കറിക്കും കൂടിയും വേണം. ഉള്ള ആവശ്യമുള്ള ഉപ്പിടുക. പിന്നെ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, അതല്ലെങ്കിൽ കുറച്ച് കൂടുതൽ ഇട്ടാലും കുഴപ്പമില്ല, ഒരു മഞ്ഞ കളർ കിട്ടണമല്ലോ. മഞ്ഞൾപ്പൊടി കൂടി ഇട്ടിട്ട് നമ്മളൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പൊ പച്ചമുളക് മാത്രം ഞാൻ കുറച്ച് വലുതായിട്ട് അരിഞ്ഞു. പിന്നെ ക്യാരറ്റും ബീൻസും സബോളയും ഒക്കെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞത് കേട്ടാ. ഇഞ്ചി വേണ്ട കേട്ടാ. പിന്നെ ജീരകം മറക്കരുത്, അപ്പോഴാണ് ആ ശരിക്കും നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ വരിക. ഇതൊന്ന് വേവണല്ലോ, അപ്പോഴല്ലേ ശരിയാവുക. ഒന്ന് വേവട്ടെ, അടച്ച് വെച്ച് വേവിക്കൊന്നും വേണ്ട, ഇത് പെട്ടെന്ന് തന്നെ വാടി കിട്ടണതല്ലേ. ഇതൊന്ന് കടിക്കേണ്ട അതിന് രസമല്ലേ. ഒന്ന് വാടട്ടെ. ഇത് നമുക്കെല്ലാം അരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവില് കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യാം. ഇതൊക്കെ സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ ഹസ്ബൻഡ് അല്ലെങ്കിൽ മക്കളൊക്കെ വരുമ്പോ നമുക്ക് ചൂട്ടോട് കൂടിയിട്ട് പെട്ടെന്ന് സെറ്റാക്കിയിട്ട് ഒരു 2 മിനിറ്റിന്റെ ഒരു കാര്യങ്ങളേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ നമുക്ക് ശരിയാക്കാം കേട്ടാ. ഇപ്പൊ ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. കുറച്ചൊന്ന് വന്നാൽ മതി, ഒന്ന് നമുക്ക് കടിക്കണല്ലോ, ഒന്ന് ജസ്റ്റ് വേവ് വേണ്ടു. നമ്മള് ആ കുതിർത്ത് വെച്ച അവില് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, കട്ടിയുള്ള അവിലാവണം കേട്ടാ, വറുത്ത അവില് നല്ല ശരിയാവുള്ളൂ. അല്ലെങ്കിൽ കട്ടി കുറഞ്ഞ അവിലാണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ കുഴഞ്ഞു പോവും. നമ്മള് പാത്രത്തിൽ ഇങ്ങനെ വാര വെക്കണം കേട്ടാ. ഒന്ന് കഴിക്കാൻ മതി. കട്ടി കുറഞ്ഞ അവിലാണെങ്കിൽ 1 പ്രാവശ്യം കഴിക്കാൻ മതി, കട്ടിയാണെങ്കിൽ 2 പ്രാവശ്യം ഒന്ന് ജസ്റ്റ് കഴുകിക്കോ. നമുക്ക് നന്നായി അതിനൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യേണ്ട കൂട്ടത്തില് നമുക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച കപ്പലണ്ടി ഇടാം. പിന്നെ മല്ലിയില, അരിഞ്ഞു വെച്ച മല്ലിയില ഇടാം. പിന്നെ കുറച്ച് നാരങ്ങ നീര് ഒഴിക്കണം.
അതും കൂടെ ഉണ്ട്. അപ്പം എല്ലാം കൂടിയിട്ടൊന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം. എല്ലായിടത്തേക്കും എല്ലാ കാര്യങ്ങളും എത്തും. നന്നായി മിക്സ് ചെയ്യണം കേട്ടോ. അടിയിലൊക്കെയാണ് കിടക്കുന്നത്. നല്ല ഹെൽത്തി ഫുഡാണ് കേട്ടോ അത്. അവിലിന്റെ ഗുണങ്ങൾ ഇഷ്ടം പോലെയാണല്ലോ. പിന്നെ പച്ചക്കറികൾ ചെല്ലും, പിന്നെ കപ്പലണ്ടി ചെല്ലും. അങ്ങനെയൊക്കെ ആകുമ്പോ എല്ലാം ഭയങ്കര നല്ല ഫുഡാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. ഇത് രാവിലെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു 4 മണി വരെ വിശക്കില്ല. അവിടെ അങ്ങനെ കിടക്കും. എന്നാ നമ്മളെ അവിലുപ്മാവ് സെറ്റായിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് കിടന്നിട്ടൊന്ന് വലിഞ്ഞോട്ടെ. എന്താ തീ കുറച്ചിട്ടിട്ട് ചെയ്തോളൂ കേട്ടാ. എല്ലായിടത്തും മിക്സ് ആയിട്ടുണ്ട്. എന്തോരം പച്ചക്കറികൾ ഇട്ടതാ, പക്ഷെ ഇതിലാകുമ്പോ ഒന്നുമില്ലാതെയാണ്. ഈ കപ്പലണ്ടിയും പച്ചക്കറികളും എല്ലാതും നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് കേട്ടാ. ലാസ്റ്റ് നമ്മൾ മല്ലിയിലയും കപ്പലണ്ടിയും പിന്നെ നാരങ്ങ നീരാണ് ഇട്ടത്. നമ്മളെ അവിലുപ്മാവ് റെഡി ആയിട്ടുണ്ട്. സ്വാദിഷ്ടമായ അവിലിലെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഒന്ന് നമ്മൾ ഇതേ പറഞ്ഞപ്പോൾ ഒന്ന് സെറ്റ് ആക്കണം കേട്ടോ. ഒന്ന് ജസ്റ്റ് ഇതൊക്കെ ഒന്ന് പിടിക്കണ്ടേ. അതിന്റെ എരിവും പിന്നെ ഉപ്പും മഞ്ഞളും ഒക്കെ ഒന്ന് പിടിച്ചൊന്ന് സെറ്റ് ആവണല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു 1-1.5 മിനിറ്റ് നമുക്കൊന്ന് ജസ്റ്റ് സിമ്മിലിട്ടിട്ടൊന്ന് വെക്കാം. അപ്പൊ നമ്മൾ ഉപ്പുമാവ് സെറ്റായി. നമുക്കൊരു സർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പൊ നമ്മളുടെ അവിലിന്റെ ഉപ്പുമാവ് സെറ്റായി കഴിഞ്ഞു. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതല്ലേ. നല്ല ഹെൽത്തിയും ടേസ്റ്റിയാണ് കേട്ടോ. നോർത്ത് ഇന്ത്യൻ ഫുഡാണ്. ഇതിന്റെ കൂടെ ഒരു അച്ചാറൊക്കെ കൂട്ടിയിട്ട് നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ സൂപ്പറാണ്. അപ്പൊ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് എന്നോട് കമന്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ വല്ലു ലാഡുവിന്റെ ഈ യൂട്യൂബ് വീഡിയോ ഇഷ്ടമായെന്ന് എല്ലാവരും ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.